ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഗ്യാസ് ലോസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ, അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാനുള്ളത് ഗ്യാസ് ലോസിനെ പറ്റി നമ്മൾ പറഞ്ഞു, ഗ്യാസിനെ പറ്റി പറഞ്ഞു. അപ്പം ഈ ഗ്യാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് സൂക്ഷ്മ കണികകൾ അതിനുള്ളിലുണ്ട്. അപ്പം ഒരുപാട് തന്മാത്രകൾ അല്ലെങ്കിൽ ഒരുപാട് ആറ്റംസൊക്കെ ചേർന്നിട്ടാണ് ഈ ഗ്യാസ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ ഒരുപാട് സൂക്ഷ്മകണികകളുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും അതിനുള്ളിലുള്ള സൂക്ഷ്മകണികകളുടെ എണ്ണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ചെറുതാണ് അല്ലെങ്കിൽ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റില്ല, ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയും അതിൻ്റെ എണ്ണം നമുക്ക് അറിയേണ്ട ഒരു ആവശ്യം തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് എണ്ണം കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം എണ്ണം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത് നടക്കുന്ന കാര്യമല്ല, അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് കണികകളാണ് അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ആറ്റംസ് ആണ് ഉള്ളിലെങ്കിൽ അതിൻ്റെ മാസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എണ്ണാതെ തന്നെ എണ്ണവും മാസും വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് അങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ. റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ ഒരു പേര് തന്നെയുണ്ട്. ദ മാസ് ഓഫ് ആൻ ആറ്റം ഈസ് കമ്പയർഡ് ടു ദി മാസ് ഓഫ് അനദർ ആറ്റം. അതായത് ഒരാറ്റത്തിൻ്റെ മാസ് വേറൊരു ആറ്റത്തിൻ്റെ മാസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് ആ ആറ്റത്തിൻ്റെ എത്ര ടൈംസ് വലുതാണ് അല്ലെങ്കിൽ ചെറുതാണ് മറ്റേ ആറ്റം എന്ന് പറയുന്നതിനെയാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്? ആസ് എ നമ്പർ വിച്ച് ഷോസ് ഹൗ മെനി ടൈംസ് ഇറ്റ് ഈസ് ഹെവിയർ ദാൻ ദ അതർ. അതായത് ഒരു ആറ്റത്തിനേക്കാൾ എത്ര വലുതാണ് അല്ലെങ്കിൽ എത്ര ചെറുതാണ് മറ്റേ ആറ്റം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദ മാസ് ഓഫ് ആൻ ആറ്റം ഈസ് കമ്പയർഡ് ടു ദ മാസ് ഓഫ് അനദർ ആറ്റം എക്സ്പ്രസ്ഡ് ആസ് എ നമ്പർ വിച്ച് ഷോസ് ഹൗ മെനി ടൈംസ് ഇറ്റ് ഈസ് ഹെവിയർ ദാൻ ദ അതർ. അതായത് ഒരെണ്ണത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ആറ്റം മറ്റേ ആറ്റത്തിൻ്റെക്കാൾ എത്ര വലുതാണ് അല്ലെങ്കിൽ എത്ര ചെറുതാണ് എന്ന് പറയുന്നതിനെയാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഈ റിലേറ്റീവ് അറ്റോമിക് മാസ് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർബൺ 12 ആറ്റത്തിനെയാണ് നമ്മൾ എടുക്കുന്നത്. കാർബൺ 12 ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 12ആണ്. കാർബണിൻ്റെ മാസ് എന്ന് പറയുന്നത് 12ആണ്. ഈ 12 ഭാഗം ഒരു യൂണിറ്റായിട്ട് കണക്ക് കൂട്ടും. അതായത് കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 12 ഭാഗം ഒരു യൂണിറ്റായിട്ട് കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പറയാനുള്ളതാണ് ഗ്രാം അറ്റോമിക് മാസ്. ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ GAM എന്ന് പറയും. നമ്മൾ ഷോർട്ട് ഫോമായിട്ട് GAM എന്ന് പറയും. ഗ്രാം അറ്റോമിക് മാസ് എന്താണെന്നാണ് പറയുന്നത്. ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ദ മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ഗ്രാം. ദ മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ഗ്രാംസ് ഈസ് ഈക്വൽ ടു ഇറ്റ് അറ്റോമിക് മാസ്. അതായത് ഒരു എലമെൻ്റ് എടുത്താൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് അത് ഗ്രാമിൽ പറയുന്നതിനാണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ നോക്കിയാൽ കാർബൺ എടുക്കുമ്പം കാർബണിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്താണ്? 12 ആണ്. ഈ 12ന് ഗ്രാം കൂട്ടി, അതായത് 12 ഗ്രാം എന്ന് പറയുന്നതാണ് കാർബണിൻ്റെ ഗ്രാം അറ്റോമിക് മാസ്. അതായത് കാർബണിൻ്റെ ഗ്രാം ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്താണ്? 12 ഗ്രാം. ഓക്സിജൻ്റെ GAM എന്താ? 16 ഗ്രാം. സോഡിയത്തിൻ്റെ GAM 23 ഗ്രാം. മനസ്സിലായോ? അതായത് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ദ മാസ് ഓഫ് ആൻ എലമെൻറ്റ് എന്താണ്? ദ മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ഗ്രാം ഈസ് ഈക്വൽ ടു അറ്റോമിക് മാസ്. അതായത് ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് ഗ്രാമിൽ പറയുന്നതിനെയാണ് ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ GAM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ കാർബണിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് 12, ഓക്സിജൻ്റെ 16, സോഡിയത്തിൻ്റെത് 23 ഗ്രാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കാർബണിൻ്റെ 12 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 24 ഗ്രാം ഉണ്ടെന്ന് വിചാരിക്കാം. അതെത്ര GAM ആണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അതായത് 12G എന്ന് പറയുന്നതാണ് ഒരു GAM, അല്ലേ? അപ്പോൾ 24G എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 GAM. അതായത് അതെങ്ങനെയാണ് കിട്ടിയത്? 24 ഡിവൈഡഡ് ബൈ
12. ഇതിൽ നിന്നാണ് നമുക്ക് 2 കിട്ടിയത്. അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് എത്ര GAM ആണ്, ഗ്രാം അറ്റോമിക് മാസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് ഇതിൽ നിന്നും കിട്ടിയത്. നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. വായിച്ചിട്ടുണ്ട്. അപ്പം നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്, അതായത് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ GAM. അതായത് തന്നിരിക്കുന്ന മാസ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 46 ഗ്രാം സോഡിയം, ഇത് എത്ര നമ്പർ ഓഫ് GAM ആണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഗിവൺ മാസ് ഇൻ ഗ്രാം എത്രയാ 46 ഡിവൈഡ് ബൈ GAM എത്രയാ സോഡിയത്തിൻ്റെ 23. ഇപ്പോൾ എന്ത് വന്നു 2 വന്നു. അതായത് 2 ഗ്രാം അറ്റോമിക് മാസ്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ GAM. അതായത് GAM കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമുക്ക് കിട്ടിയത്. അപ്പം GAM എന്താണ്? ഒരു എലമെൻറ്റിൻ്റെ മാസ് ഗ്രാമിൽ പറയുന്നതിനെയാണ് GAM എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, ഈ ഒരു GAM എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു GAM ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 12 ഗ്രാമാണ് അല്ലേ? ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6.022 × 10⁻23 ആയിരിക്കും. അതായത് ഒരു GAMൽ ഏത് എലമെൻ്റ് എടുത്താലും അതിൻ്റെ ഒരു GAMൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? 6.022 × 10⁻23. കാർബണിൻ്റെ കേസിൽ 12 ഗ്രാമാണ്, അതിനകത്ത് 6.022 ഉണ്ട്. ഓക്സിജൻ്റെ കേസിൽ 16 ആണ്, അതിനകത്തും എത്രയേ ഉള്ളൂ? 6.022 × 10⁻23. അതായത് ഒരു GAM ഓഫ് ഏത് എലമെൻ്റ് എടുത്താലും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6.022 × 10⁻23 ആയിരിക്കും. ഇനി ഇതിനെ തന്നെയാണ് നമ്മൾ 1 മോൾ എന്ന് പറയുന്നത്. 1 മോൾ, അത് നമ്മൾ ഈ മോൾ എന്നുള്ളത് ചെറുതായിട്ട് MOL എഴുതിയാലും മതി, അങ്ങനെ ഡിനോട്ട് ചെയ്യും. 1 മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം 1 മോൾ എന്ന് പറഞ്ഞാലും 1 GAM എന്ന് പറഞ്ഞാലും എല്ലാം സെയിം ആണ്. അതിനകത്ത് എത്ര ആറ്റങ്ങളുണ്ട്? 6.022 × 10⁻23. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് റിലേറ്റീവ് അറ്റോമിക് മാസാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ GAM ഗ്രാം അറ്റോമിക് മാസിനെ പറ്റി പറഞ്ഞു. അത് എന്താണെന്ന് പറഞ്ഞു, അതിനകത്ത് ആറ്റങ്ങളുടെ എണ്ണം പറഞ്ഞു, അതെങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം 1 GAM എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? 1 മോൾ അല്ലെങ്കിൽ 6.022 × 10⁻23. എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതെല്ലാം എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്